നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായി മേടം മുതലുള്ള രാശിക്കാരുടെ ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു വരികയാണ്. കന്നിക്കൂറുകാരുടെ വരെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ട് നമുക്കിന്ന് തുലാക്കൂറുകാരുടെ വരുന്ന ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് കേതു 12-ലാണ്, രാഹു 6-ലാണ്, ശനി 5-ലാണ്, വ്യാഴം 8-ലാണ് എന്നിങ്ങനെയുള്ള ഗ്രഹസ്ഥിതികൾ മൂലം തുലാക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായി ചില തൽക്കാല പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായേക്കാം. യാത്രകളൊക്കെ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. എന്നാൽ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ഭൂമി സംബന്ധമായും ധനപരമായും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം ചിലവുകളും വന്നു ചേരുന്നതാണ്. അതൊക്കെ ഒന്ന് കരുതലെടുക്കേണ്ടതാണ്. ഭൂമി നിക്ഷേപം ഒക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. മത്സരങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പലവിധ തൊഴിലുകളിലൊക്കെ ചെയ്യുന്നവർ അവരവരുടെ തൊഴിൽ മേഖലയിൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർ കടം വാങ്ങി ബിസിനസ് വിപുലീകരിക്കാതിരിക്കാനുള്ള ശ്രദ്ധ ഈ സമയത്ത് ചെയ്യേണ്ടതാണ്. അതിലൂടെയൊക്കെ നഷ്ടം വരാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽ തേടുന്നവർക്ക് താൽക്കാലിക തൊഴിലെങ്കിലും ലഭിക്കാൻ സാഹചര്യം ഉണ്ടായേക്കാം. വിദേശത്തൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. എന്നിരുന്നാലും ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടുവേണം അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ. കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന തുലാക്കൂറുകാരുടെ സന്താനങ്ങൾക്ക് അനുകൂല സമയമാണ്. അതിന് അവർക്ക് പ്രോത്സാഹനം കൊടുക്കാവുന്ന സമയമാണ്. പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂല സമയമാണ്. അനുകൂലമായിട്ടുള്ള കോഴ്സുകൾ തെരഞ്ഞെടുക്കാനും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും. തുലാക്കൂറുകാരായിട്ടുള്ള മുതിർന്നവർക്ക് ചിലപ്പോൾ ചികിത്സയൊക്കെ വൈകാനുള്ള സാഹചര്യമുണ്ട്. ചികിത്സയൊക്കെ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. ശാരീരിക അവസ്ഥയ്ക്കനുസരിച്ച് പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക. ദോഷപരിഹാരത്തിനായി തുലാക്കൂറുകാർ വരുന്ന ജൂലൈ മാസത്തിൽ ഗണപതി ഹോമം നടത്തുക, നാളികേരം ഉടയ്ക്കുക, ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിക്കുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപായസം നടത്തുന്നതും തുലാക്കൂറുകാർക്ക് ഗുണകരമാണ്. ഇത്രയും കാര്യങ്ങളാണ് തുലാക്കൂറുകാരുടെ വരുന്ന ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രപരമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.